الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കേരളത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തോളമായി നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം പത്രങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളുകളാണ് നമ്മളൊക്കെ. കേരളത്തെക്കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മളൊക്കെ സംസാരിക്കാറുള്ളത്. കേരളത്തിനപ്പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയൊക്കെ ഒരുതരം പുച്ഛത്തോടെയും അവജ്ഞയോടെയും നോക്കിക്കാണുന്ന ആളുകളാണ് നമ്മൾ. അതിന് ഏറ്റവും പ്രധാനമായ ഒരു കാരണം നാമൊക്കെ വിവരമുള്ളവരാണെന്നും വിദ്യാഭ്യാസമുള്ളവരാണെന്നും സാംസ്കാരികമായി ഏറെ പുരോഗമിച്ച ആളുകളാണെന്നുമുള്ള ധാരണ നമുക്ക് നമ്മെക്കുറിച്ചുണ്ട് എന്നതാണ്. വസ്തുതാപരമായി പരിശോധിക്കുമ്പോൾ ഇത് ശരിയുമാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ നിലവാരത്തെക്കാൾ ഏറെ മുന്നിൽ നിൽക്കുകയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ കേരളം അന്ധവിശ്വാസങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സമീപകാല സംഭവങ്ങൾ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ തരത്തിൽ കേരളത്തിൽ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുമോ അത്തരത്തിലൊക്കെ അത് പ്രോത്സാഹിപ്പിക്കുവാനും ആ അന്ധവിശ്വാസങ്ങളുടെ പ്രചാരണങ്ങൾക്ക് വേണ്ടി ആവശ്യമായ സഹായങ്ങൾ ചെയ്യുവാനും ഇതിനെ എതിർക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ പോലും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. ഒരു സമൂഹത്തെ സാംസ്കാരികമായി മുന്നോട്ട് നയിക്കുന്നതിൽ അവർ നേടിയെടുത്തതിനനുസരിച്ച വിദ്യാഭ്യാസ പുരോഗതി നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടത് മാധ്യമങ്ങളാണ് എന്ന് നമുക്കറിയാം. എന്നാൽ കേരളത്തിലെ അറിയപ്പെടുന്ന മാധ്യമങ്ങൾ അന്ധവിശ്വാസങ്ങളോട് വെച്ചു പുലർത്തുന്ന സമീപനം എന്തെന്ന് ആലോചിച്ചു നോക്കുക. നമ്മുടെ കേരളത്തിൽ പുറത്തിറങ്ങുന്ന മിക്കവാറും എല്ലാ പത്രങ്ങളിലും അന്ധവിശ്വാസങ്ങളുമായി നടക്കുന്ന ആളുകളുടെ പരസ്യങ്ങൾ യാതൊരു മുടക്കവും കൂടാതെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉസ്താദുമാരുടെയും ബീവിമാരുടെയും തങ്ങന്മാരുടെയും മുസ്ലിയാക്കന്മാരുടെയും ബാവമാരുടെയും സ്വാമിമാരുടെയും മന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും യന്ത്രങ്ങളുടെയും വശീകരണത്തിന്റെയും ശത്രുദ്രോഹത്തിന്റെയും ഒക്കെയായുള്ള പരസ്യങ്ങൾ
നിരന്തരമായി നമ്മളുടെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൃശ്യമാധ്യമങ്ങളിൽ ഇത്തരം പരസ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ സമയം നീക്കിവെച്ചിരിക്കുന്നു. പരസ്യത്തോടൊപ്പം തന്നെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുമതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും ജനങ്ങളെ ആത്മീയമായി ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന പുരോഹിതന്മാർക്ക് പ്രത്യേകമായ സമയം അനുവദിച്ചുകൊണ്ട് അവരുടെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു മാധ്യമങ്ങൾ. സ്വർണവള്ളരിയുടെയും അതേപോലെ വലംപിരി ശംഖിന്റെയും മഫാസിന്റെയും അൽമൻസിലിന്റെയും ഒക്കെ പരസ്യങ്ങൾ നിരന്തരമായി ചാനലുകൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ സാമ്പത്തിക സ്രോതസ്സായി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കണക്കിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു സമൂഹത്തിന് എങ്ങനെയാണ് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എന്നതാണ് നാം ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യം. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തിന്റെ പിന്നാലെ പോയി അതിനെക്കുറിച്ച്, ആ ദുരന്തത്തിന്റെ കഥകളെക്കുറിച്ച് സമൂഹത്തിന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിൽ കഥകളും ഫീച്ചറുകളും എഴുതുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം ചൂഷകന്മാരുടെ പരസ്യങ്ങൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയില്ല എന്ന് തീരുമാനിക്കാത്തത് എന്ന് ചോദിക്കേണ്ടത് നമ്മളാണ്. അതേപോലെ തന്നെ നിയമങ്ങളുണ്ട്. പലപ്പോഴും നിയമങ്ങൾ മാത്രം ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരമല്ല എന്നതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങളുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങുന്നത്. ഇന്ത്യ രാജ്യത്തെ അന്ധവിശ്വാസ നിർമൂലന നിയമം വളരെ മാതൃകാപരമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ അത്തരം നിയമം രൂപീകരിക്കാൻ വേണ്ടി ഏറെ അധ്വാനിക്കുകയും അതിന്റെ കരട് തയ്യാറാക്കുകയും ചെയ്ത നരേന്ദ്ര ദബോൽക്കർ അദ്ദേഹം അന്ധവിശ്വാസത്തിന്റെ പ്രചാരകരുടെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു 2008 ഓഗസ്റ്റ് മാസത്തിൽ. അതിനുശേഷം 2008 ഡിസംബറിലാണ് മഹാരാഷ്ട്ര നിയമസഭ ഈ നിയമം പാസാക്കിയത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ അവിടെ ഇത്തരം ചൂഷകന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ജയിലിൽ അടക്കപ്പെടുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രം ഇത് പരിഹരിക്കപ്പെടുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്ത് ഈ സമൂഹത്തിന്റെ കൂട്ടായ്മ ഈ രംഗത്തുണ്ടാവണം. ഈ സമൂഹത്തിന്റെ ബോധവൽക്കരണ പ്രവർത്തനം ഇവിടെ ഉണ്ടാകണം. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം, ജനങ്ങൾ ഭൗതികമായ വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് മാത്രം ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നതാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മോട് വിളിച്ചു പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2014 കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഇതേപോലെ കൊല ചെയ്യപ്പെടുകയുണ്ടായി. ഈ പെൺകുട്ടിയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, ഈ പെൺകുട്ടിക്ക് ജിന്നബാധയാണെന്ന് പറഞ്ഞുകൊണ്ട്, ആ ജിന്നിനെ പുറത്തിറക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ധൻ ഈ വീട്ടിലെത്തുന്നത്. അന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത കഥകൾ, ഇതിന്റെ പീഡനവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ, അതേപോലെ തന്നെ ഈ കൊലപാതകം നടത്തിയ സിദ്ധന്റെ മൊഴികൾ വളരെ വേദനയോടുകൂടിയാണ് അന്ന് നമ്മളൊക്കെ വായിച്ചത്. ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ജിന്ന് ബാധിച്ചിരിക്കുന്നു. അതിനെ പുറത്തിറക്കണമെങ്കിൽ ചില മന്ത്രങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ മന്ത്രങ്ങൾ നടത്തണമെങ്കിൽ ഈ പെൺകുട്ടിയുടെ ശരീരം ക്ഷീണിക്കണം. അതിനുവേണ്ടി മാസങ്ങളോളം കേവലം ഒരു പത്തിരിയും ഒരു ഗ്ലാസ് വെള്ളവുമാണ് ഈ പെൺകുട്ടിക്ക് ഭക്ഷണമായി നൽകിയത്. അങ്ങനെ ക്ഷീണിച്ച ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ജിന്നിറക്കാൻ വേണ്ടി ഈ സിദ്ധൻ കടന്നു വന്നു. പെൺകുട്ടിയെ കമഴ്ത്തി കിടത്തി ഈ പെൺകുട്ടിയുടെ 2 കൈകളും പുറകിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. കാരണം അതിശക്തമായി ശ്വാസം കഴിക്കണം, മൂക്കിലാണ് ജിന്നുള്ളത് എന്നാണ് സിദ്ധൻ പറയുന്നത്. ഈ മൂക്കിൽ നിന്ന് ജിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അതിശക്തമായി പെൺകുട്ടി ശ്വാസം കഴിക്കണം. അതിനുവേണ്ടി പെൺകുട്ടിയെ കമഴ്ത്തി കിടത്തി 2 കൈയും പുറകിലേക്ക് വലിക്കുന്നു. വലിക്കുമ്പോ ഈ കുട്ടിയുടെ ശരീരം ഉയർന്നു പോകാതിരിക്കാൻ വേണ്ടി ഇത്തരം ചൂഷണങ്ങളിലൂടെ ഈ സമുദായത്തിന്റെ പാവപ്പെട്ടവരുടെ സമ്പത്ത് കൊണ്ട് തിന്ന് കൊഴുത്ത ഈ കാളക്കൂറ്റനെ പോലെയുള്ള ഈ മന്ത്രവാദി തന്റെ കാൽമുട്ടി അമർത്തിപ്പിടിക്കുകയാണ് പെൺകുട്ടിയുടെ നട്ടെല്ലിന്റെ അവസാന ഭാഗത്ത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, 6 മാസം പട്ടിണി കിടക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഇതുപോലെ ഒരു പുരുഷൻ മുട്ടുകാൽ വെച്ച് അമർത്തിപ്പിടിക്കുകയും ആ പെൺകുട്ടിയെ പുറകിലേക്ക് പിടിച്ചു വലിക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന ദുരന്തം എന്തായിരിക്കുമെന്ന് അത് തന്നെയാണ് സംഭവിച്ചത്.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞു, ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ ആന്തരാവയവങ്ങൾ തകർന്ന് രക്തസ്രാവം ഉണ്ടായത് കൊണ്ടാണ് മരണപ്പെട്ടത് എന്ന്. അന്ന് ആ സിദ്ധൻ പോലീസിന് കൊടുത്ത ഒരു മൊഴിയുണ്ട്. എന്തുകൊണ്ട് ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടു ചികിത്സക്കിടയിൽ എന്ന ചോദ്യത്തിന് ആ സിദ്ധൻ പറഞ്ഞ മറുപടി, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ എന്നെ അപമാനിക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയെ കൊന്ന് രക്ഷപ്പെട്ടതാണ് ആ ജിന്ന് എന്നാണ്. ഈ പുറമേരിയിൽ ചികിത്സ നടത്തിയ പെണ്ണ് പറഞ്ഞതെന്താ? എന്നോട് പിണങ്ങിപ്പോകുന്നത് കൊണ്ടാണ് ഈ പെൺകുട്ടിയെ കൊന്നത്, അതുകൊണ്ടാണ് തീപിടിച്ചത് എന്നാണ്. ഇവരെല്ലാ കുറ്റക്കാർ. പിന്നെയോ ഒരു പോലീസിനും അറസ്റ്റ് ചെയ്യുവാൻ കഴിയാത്ത, ഒരു നിയമത്തിന്റെയും കീഴിൽ ഒതുങ്ങി നിൽക്കാൻ നിർത്തുവാൻ നമുക്ക് കഴിയാത്ത ജിന്നുകളുടെ പേരിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ ജിന്നുകളാണ് ഈ കൊലപാതകങ്ങളുടെ കുറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കരുനാഗപ്പള്ളിയിൽ ചികിത്സ നടക്കുമ്പോ ഈ പെൺകുട്ടിയുടെ മൂക്കിന്റെ താഴെ മൂക്കിൽ നിന്ന് ചാടി വീഴുന്ന ജിന്നിനെ ഒരു ബോട്ടിലാക്കാൻ വേണ്ടി ഒരു ബോട്ടിലുമായി കാത്തുനിന്നത് കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു കോളേജിൽ സുവോളജി ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. വിദ്യാഭ്യാസമില്ലാത്തതാണോ കുഴപ്പം? വിദ്യാഭ്യാസമില്ലാത്തതല്ല കുഴപ്പം, മറിച്ച് ആ വിദ്യാഭ്യാസത്തിനോടൊപ്പം നേടേണ്ട മഹത്തായ ചില ബോധങ്ങളുണ്ട്. ആ ബോധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് അടിസ്ഥാനപരമായ ഇതിന് കാരണം. അതാണ് സിദ്ധന്മാർ ചൂഷണം ചെയ്യുന്നത്, അതാണ് ഇത്തരം ആളുകൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇവിടെ ചികിത്സയ്ക്ക് വിധേയയായ കോഴിക്കോട്ടുകാരിയായ പെൺകുട്ടി, എന്താ അവരുടെ പ്രശ്നം? വിവാഹമോചിതയാണ്, രണ്ടാം വിവാഹം നടക്കണം. മനുഷ്യന്റെ സാമാന്യ ബുദ്ധി പോലും നഷ്ടപ്പെട്ടു പോകുന്ന ചില അവസ്ഥകൾ. രണ്ടാം വിവാഹം നടക്കാൻ വേണ്ടി ആരുടെ അരികിലാ ചികിത്സക്ക് വന്നത്? രണ്ടാം വിവാഹം അന്വേഷിച്ച് പരാജയപ്പെട്ട സിദ്ധയുടെ അരികിൽ. ഈ സിദ്ധ വിവാഹമോചിതയാണ്. അവരുടെ അരികിലേക്കാണ് രണ്ടാമത് വിവാഹം നടത്തണം എന്ന ആഗ്രഹവുമായി കടന്നു വരുന്നത്. മനുഷ്യന്റെ വേദനകളെയാണ് ഇത്തരം ആളുകൾ തങ്ങളുടെ ഭക്ഷണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സമൂഹത്തിന് കഴിയണം. രോഗമുള്ള ആളുകൾ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, മറ്റ് പരീക്ഷണങ്ങൾ നേരിടുന്നവർ, ഇത്തരം ആളുകളെയാണ് ഇവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇത്തരം ആളുകളുടെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നാൽ നമുക്കറിയാൻ കഴിയുക, ഈ സമൂഹത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ വേണ്ടി മന്ത്രങ്ങൾ നടത്തുന്നവർ, തന്ത്രങ്ങൾ നടത്തുന്നവർ, അതിനുവേണ്ടി ഉറുക്കുകളും ഏലസുകളും ഹോമങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കുന്നവർ, അതിനുവേണ്ടി പ്രത്യേകമായ മന്ത്രങ്ങളും സലാത്തുകളും ദിക്റുകളും ഒരുക്കി കൊടുക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എന്നാണ്. അത്തരം ആളുകളാണ് ജനങ്ങളെ ചികിത്സിക്കുവാൻ വേണ്ടി രംഗത്ത് വരുന്നത്. അത്തരം ആളുകളാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി രംഗത്ത് വരുന്നത്. ഇവിടെ മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒന്നാമതായി സംസാരിക്കാനുള്ളത് മുസ്ലിങ്ങളോടാണ്. ഇത്തരം ഏതെങ്കിലും ഒരു സമ്പ്രദായവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല ഇസ്ലാം മതം. ഒരു സിദ്ധന്, ഒരു തങ്ങൾക്ക്, ഒരു മുസ്ലിയാർക്ക്, ഒരു ചികിത്സകന് ഈ മതത്തിൽ സ്ഥാനമില്ല എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. എന്തിനാണ് മനുഷ്യർ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വെപ്രാളപ്പെടുന്നത്? ആളുകൾ അങ്ങനെയാണ്. ജീവിതത്തിൽ രോഗം കടന്നു വരുമ്പോഴേക്ക് തളർന്നു പോവുകയാണ് ആളുകൾ, പതറിപ്പോവുകയാണ് മനുഷ്യന്മാർ. എന്നാൽ സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരിസ് സ്വാബിരീൻ. തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. മുസ്ലിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാവില്ല എന്നല്ല, വിശ്വാസികൾക്ക് പരീക്ഷണം ഉണ്ടാവുകയില്ല എന്നല്ല, മറിച്ച് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, ആൾനഷ്ടം കൊണ്ട് പരീക്ഷിക്കും, വിഭവ നഷ്ടം കൊണ്ട് പരീക്ഷിക്കും, കാർഷിക നഷ്ടം കൊണ്ട് പരീക്ഷിക്കും, സാമ്പത്തിക നഷ്ടം കൊണ്ട് പരീക്ഷിക്കും. ഇത്തരം പരീക്ഷണങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. വബശിരിസ് സ്വാബിരീൻ. ക്ഷമ കൈക്കൊള്ളുന്നവർക്കാണ് സന്തോഷ വാർത്ത. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു സിദ്ധന്റെ വീട്ടിൽ പോയി തന്റെ അഭിമാനവും സമ്പത്തും പണയം വെക്കുന്നവനല്ല മുസ്ലിം. അങ്ങനെ ചെയ്യേണ്ടവനല്ല മുസ്ലിം.
ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ഏതെങ്കിലും ചികിത്സകന്മാരുടെ മുമ്പിലേക്ക് തന്റെ ഭാര്യയെയും മക്കളെയും ആട്ടിത്തെളിച്ചു കൊണ്ടുപോയി അവരെ തീക്കൊളുത്തി കൊല്ലേണ്ടവനല്ല മുസ്ലിം, മറിച്ചവൻ ക്ഷമ അവലംബിക്കേണ്ടവനാണ്. എന്താണ് അവന്റെ മുദ്രാവാക്യം? അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത്തരം പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ, ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോ അവര് പറയുന്നത് ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവരാണ് എന്നാണ്. അല്ലാഹുവിനുള്ളവരാണ് ഞങ്ങൾ. അങ്ങനെ അല്ലാഹുവിനുള്ളവരായത് കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ആ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് അല്ലാഹുവാണ് എന്ന തിരിച്ചറിവ്, ആ അല്ലാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന തിരിച്ചറിവ്, ഇതാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് മുസ്ലിങ്ങളെ വിശുദ്ധ ഖുർആനിലൂടെ. എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത്? ഇബ്രാഹിം നബിയുടെ ചരിത്രമുണ്ട്. അവിടെ സന്താനങ്ങൾ ഉണ്ടാകാതെ ഒരുപാട് കാലം പടച്ച റബ്ബിനോട് തേടി ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ സന്താനം ലഭിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്. അവിടെ റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല റൗസു ശൈബ വലം അകും ബിദുആയിക റബ്ബി ശഖിയ. അല്ലാഹുവേ, ഇതാ എന്റെ എല്ലുകൾ ദുർബലമായി പോയിരിക്കുന്നു, എന്റെ തലയിൽ നരകത്തി തുടങ്ങിയിരിക്കുന്നു, എന്നാലും നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് എനിക്ക് അല്പം പോലും നിരാശയില്ല രക്ഷിതാവേ, നീ എനിക്കൊരു സന്താനത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച സക്കരിയ നബിയുടെ ചരിത്രമുണ്ട്. അവിടെ രോഗം വന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് സ്വന്തം അടുത്ത ആളുകൾ പോലും അകന്നകന്നു പോയി രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്. അവിടെ അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ. എന്തിനാ ഇത് പഠിപ്പിച്ചത്? ഇത് പ്രവാചകന്മാർക്ക് മാത്രമുള്ളതല്ല, ഇത് മനുഷ്യർക്കുള്ള പരീക്ഷണമാണ്. അത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ഏതെങ്കിലും ഒരാൾ മരിച്ച് അവിടെ ആ ശവശരീരം കൊണ്ട് സമ്പത്തുണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾ കെട്ടിപ്പടുത്ത ജാറത്തിൽ പോയി നിങ്ങളുടെ വേദനകൾ പറയേണ്ടതല്ല, അതല്ല മതം. പിന്നെയോ അതിനപ്പുറത്താണ് മതം. മരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യന്റെ മുന്നിൽ പോയി അയാളുടെ ജീവിതകാലത്ത് അയാൾ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതൊന്നും പ്രശ്നമല്ല. ആരായാലും ശരി അത്തരം ശവശരീരങ്ങളുടെ മുകളിൽ കെട്ടിപ്പടുക്കുന്ന മയ്യത്തുകൾക്ക് മുകളിൽ കെട്ടിപ്പടുക്കുന്ന ജാറങ്ങൾ, അവിടെ നടക്കുന്ന ഉത്സവങ്ങൾ, അവിടെ നടക്കുന്ന നേർച്ചകൾ, അവിടെ പോയി ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയുണ്ടായി പരീക്ഷിക്കപ്പെടേണ്ടവനല്ല മുസ്ലിം, മറിച്ചവൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനോട് തേടേണ്ടവനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നു. ഏകനായ റബ്ബിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, ആ റബ്ബിന് മാത്രമാണ് ആരാധന അർപ്പിക്കേണ്ടത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രക്ഷിതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലദീ ഖലഖനി വഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ വലവൈദാ മരിൽതു വഹുവ യശ്ഫീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, ആരാണ് എന്റെ രക്ഷിതാവ് എന്നറിയുമോ? അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എനിക്ക് മാർഗദർശനം നൽകുന്നത്. എന്നെ സൃഷ്ടിച്ചവൻ അവനാണ്, എനിക്ക് മാർഗദർശനം നൽകുന്നവൻ അവനാണ്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖി വയസ്ഖീൻ, എനിക്ക് ഭക്ഷണം നൽകുന്നവനാണ്, എനിക്ക് വെള്ളം നൽകുന്നവനാണ്, എനിക്ക് രോഗം വന്നാൽ അത് ശമിപ്പിക്കുന്നവനവനാണ്. ഈ വിശ്വാസമുള്ള ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സിദ്ധയുടെ അരികിലേക്ക് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി കടന്നു ചെല്ലാൻ കഴിയുക? ഈ വിശ്വാസം പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിന് എങ്ങനെയാണ് ജാറങ്ങളിൽ പോയി പ്രാർത്ഥിക്കുവാൻ കഴിയുക? എങ്ങനെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ബർക്കത്താക്കപ്പെട്ട ചോറ് അത് കഴിച്ചാൽ ശരീരത്തിന് സുഖമുണ്ടാകുമെന്നും പ്രതീക്ഷകൾ പൂവണിയുമെന്നും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്നും എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്ന ഈ ഖുർആനിലൂടെ കടന്നു പോകുന്ന ഈ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു മുസ്ലിമിന് മനസ്സിലാക്കുവാൻ കഴിയുക? അതുകൊണ്ട് ആ മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറഞ്ഞത്, നാം വിശുദ്ധ ഖുർആൻ പഠിക്കണം, വിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകാൻ കഴിയണം. അങ്ങനെ കടന്നു പോകുമ്പോഴാണ്
സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ നമുക്കറിയാൻ കഴിയുന്നത്, അള്ളാഹുവിന്റെ പ്രത്യേകതകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്, ആരാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? നോക്കൂ, വിശുദ്ധ ഖുർആൻ പ്രതിസന്ധിയുടെ സന്ദർഭങ്ങളിൽ പ്രഖ്യാപിക്കാനായി വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഖുൽ, പ്രഖ്യാപിക്കുക. എന്താ പ്രഖ്യാപിക്കേണ്ടത്? ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. ഇല്ല, സർവലോക രക്ഷിതാവായ റബ്ബ് ഞങ്ങൾക്കുണ്ടാകണമെന്ന് തീരുമാനിച്ചതല്ലാതെ ഞങ്ങൾക്കുണ്ടാകില്ല. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമല്ലാതെ ഞങ്ങൾക്കൊന്നും തന്നെ ബാധിക്കുകയില്ല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, ആ രക്ഷിതാവിലാണ് സത്യവിശ്വാസികൾ സർവം സമർപ്പിക്കുന്നത്, അവനിലാണ് ഭരമേൽപ്പിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുക എന്ന്. ഇത് പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് ഈ സമുദായത്തെ തടയുന്നതാര് എന്ന് ആലോചിച്ചു നോക്കുക. ഇത് പ്രഖ്യാപിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ സമുദായത്തെ തടയുന്നതാര്? ഇത് പ്രഖ്യാപിക്കുന്ന ഒരു സമുദായം ഇവിടെ വളർന്നു വന്നാൽ നഷ്ടമുണ്ടാകുന്നത് ആർക്കാണ്? ആരാണ് പിന്നെ ജാറത്തിലേക്ക് പോവുക? ആരാണ് പിന്നെ സിദ്ധകളുടെ വീട്ടിലേക്ക് പോവുക? ആരാണ് ഇത്തരം ചൂഷകന്മാരുടെ വീടുകൾ കയറിയിറങ്ങുക? ഈ സമ്പത്തുണ്ടാക്കാൻ, പാവപ്പെട്ട പെൺകുട്ടികളുടെ ശരീരം ചൂഷണം ചെയ്യാൻ, അവരെ ചുട്ടുകൊല്ലാൻ ഇത്തരം ആളുകൾ മറയാക്കുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ വരുന്ന കുറവാണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു വീടുണ്ടാക്കുമ്പോ വരുന്നു ആളുകൾ. നിങ്ങൾക്ക് പ്രശ്നമുണ്ടല്ലേ? ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലേ? രോഗങ്ങളുണ്ടല്ലേ? നിങ്ങളുടെ വീടിന്റെ ടോയ്ലറ്റ് പൊളിച്ചു മാറ്റണം, നിങ്ങളുടെ വീടിന്റെ സ്റ്റെപ്പിന്റെ എണ്ണം കൂട്ടണം. ഇതൊന്നും പറഞ്ഞ് തയ്യാറായില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഡ്രില്ലർ ഉപയോഗിച്ച് നിങ്ങളുടെ പോർച്ചിൽ നിന്ന് സിറ്റിംഗ് റൂമിലേക്ക് ഒരു ദ്വാരമെങ്കിലും ഇടണം, എന്നാലൊക്കെ റെഡിയാകും. കച്ചവടം തുടങ്ങുമ്പോഴേക്ക് ആളുകൾ വരുന്നു, തങ്ങന്മാരായി, മുസ്ലിയാക്കന്മാരായി, സിദ്ധന്മാരായി രംഗത്ത് വരുന്നു. ഇതാ ഒരു തകിട്, ഒരു കടലാസിൽ അക്ഷരങ്ങളും അക്കങ്ങളും വരച്ചുകൊണ്ട് അത് തൂക്കി വെക്കണം. ചെമ്പ് തകിടിൽ ഇത് വരച്ചു തൂക്കിയിടണം, വീടുകളിൽ തൂക്കിയിടണം, വീടുകളുടെ മൂലകളിൽ തൂക്കിയിടണം. ഇത് ചെയ്യുന്നില്ലേ നമ്മുടെ ആളുകൾ? എന്തൊക്കെ കർമ്മങ്ങൾ, എന്തൊക്കെ കർമ്മങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആരാ ഇത് ചെയ്യുന്നത്? ആരാണ് ഇവിടെ വന്ന് കൊല ചെയ്യപ്പെട്ട ഷമീന എന്ന പെൺകുട്ടി തന്റെ വീട്ടിൽ വെച്ച് നമസ്കാരം നിർവഹിക്കുമ്പോ സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ച തമ്പുരാനെ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് നിരന്തരമായി പ്രഖ്യാപിച്ചവളാണവൾ. നിസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത, പടച്ച തമ്പുരാനെ, നീ നൽകിയത് തടയാൻ ഒരാളില്ല, നീ തടഞ്ഞത് നൽകാനും ഒരാളില്ല എന്ന് സർവലോക രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചവളാണവൾ. എന്നിട്ട് എങ്ങനെ അവൾ സിദ്ധയുടെ അരികിലെത്തി? എങ്ങനെയാണ് അവൾ സിദ്ധയുടെ അരികിലെത്തുന്നത്? എങ്ങനെയാണ് ഈ പ്രഖ്യാപനം നടത്തുന്ന ആളുകൾ തങ്ങന്മാരുടെ മുമ്പിലെത്തുന്നത്? എങ്ങനെയാണ് ആയിരക്കണക്കിന് ആളുകൾ കളിയാവള്ളിയിലെ ജാറത്തിൽ നിന്ന് കൊടുത്ത ചോറിലെ ഭക്ഷ്യവിഷബാധയേറ്റ് ഹോസ്പിറ്റലുകളിൽ അഭയം തേടേണ്ടി വരുന്നത്? എന്തിനാ ഇവർ പോയത്? കല്യാണത്തിന് പോകുന്നത് പോലെ പോയതാണോ? അല്ല. ഒരു കല്യാണ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് പോലെയാണോ? അല്ല. മറിച്ച് അതിനപ്പുറത്ത് കളിയാവള്ളിയിലെ ഭക്ഷണത്തിനൊരു ബർക്കത്തുണ്ട്, അതിനൊരു പ്രത്യേകതയുണ്ട്, അതിനൊരു പോരിശയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ സാമാന്യ ബുദ്ധി നഷ്ടപ്പെടുന്നു. എന്തിനാ നമ്മൾ പോകുന്നത് അവിടെ? പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, എന്റെ വീട്ടിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, എന്റെ വീട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, വിദേശത്ത് കഴിയുന്ന എന്റെ ഭർത്താവ്, എന്റെ മകൻ, എന്റെ സഹോദരൻ, അവന് പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, സ്വന്തം ജാറത്തിന് സമീപം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അകപ്പെടുന്ന വിഷമുണ്ട്, ആ വിഷം തടയേണ്ടതുണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത, മരിച്ച് ദ്രവിച്ച് മണ്ണായി പോയ ഒരു മനുഷ്യന് എങ്ങനെയാണ് വിദേശത്തുള്ള എന്റെ സഹോദരനെ, എന്റെ ഭർത്താവിനെ, എന്റെ കുടുംബക്കാരെ സഹായിക്കാൻ കഴിയുക എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി നമുക്ക് വേണ്ടേ? എങ്ങനെയാണത് നടക്കുക?
എന്റെ വീട് കാവലിന്, എന്റെ വീട്ടിലെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? കളിയാമല്ലി മക്കാമിൽ പോയി അവിടെ നിന്നുള്ള ബർക്കത്താക്കപ്പെട്ട ചോറ് കൊണ്ടുവന്ന് അത് തിന്നാൽ മതി എന്ന് വിശ്വസിക്കുന്ന സമുദായം പഠിക്കേണ്ട പാഠമില്ലേ ഇവിടെ? സ്വന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ മുമ്പിൽ, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ വളരെ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. യാ അയ്യുഹന്നാസ് ളുരിബ മസലുൻ ഫസ്തമിഉ ലഹു. മനുഷ്യരെ, ഇതാ ഒരു ഉദാഹരണം പറയപ്പെട്ടിരിക്കുന്നു. ഇതാ ഒരു ഉദാഹരണം പറയപ്പെട്ടിരിക്കുന്നു. ഫസ്തമിഉ ലഹു. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. ആ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് ഉദാഹരണം എന്നറിയുമോ? അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ, നിങ്ങൾ ദുആ ചെയ്യുന്നവർ, നിങ്ങൾ എല്ലാവരും, ഈ വിളിച്ചു തേടപ്പെടുന്ന മുഴുവൻ ശക്തികളും, എല്ലാ ബീവിമാരും, എല്ലാ ശൈഖുമാരും, എല്ലാ തങ്ങന്മാരും, എല്ലാ ഉപ്പാപ്പമാരും, ഇവരെല്ലാവരും ഒന്നായാൽ പോലും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല. ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല. എന്നു മാത്രമല്ല, ഒരു ഈച്ച ഒരു ഈച്ച വല്ലതും അവരിൽ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയാൽ അത് തിരിച്ചു വാങ്ങാൻ പോലും അത്തരം ആളുകൾക്ക് കഴിയില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, തേടുന്നവനും ദുർബലൻ, തേടപ്പെടുന്നവനും ദുർബലൻ. തേടുന്നവനും ദുർബലൻ, തേടപ്പെടുന്നവനും ദുർബലൻ. എന്തിനാ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ പോയത്? ദൗർബല്യം പരിഹരിക്കാൻ. എന്തിനാ നെജ്മയുടെ അരികിലേക്ക് കോഴിക്കോട്ട് നിന്ന് ഷമീന യാത്ര ചെയ്തു വന്നത്? ദൗർബല്യം പരിഹരിക്കാൻ. എന്നിട്ടോ കളിയാവള്ളിയിലെ ശൈഖിന്റെ അവസ്ഥ എന്ത്? തേടപ്പെടുന്നവൻ ദുർബലൻ. തന്റെ പ്രതീക്ഷയെ ആഗ്രഹിച്ചുകൊണ്ട്, തന്നിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് കടന്നു വന്ന ഈ ആളുകൾക്ക്, ഇത്തരം ആളുകൾക്ക് ഈ ദുരന്തത്തിൽ ഇതാ വിഷം വന്നിരിക്കുന്നു എന്ന് അവരോടൊന്ന് വിളിച്ചു പറയാൻ, പ്രിയപ്പെട്ട സമുദായമേ, എന്നെ സ്വീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന എന്റെ മുരീദുകളെ, എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചു വന്നിരിക്കുന്ന സമൂഹമേ, ഇല്ല, നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇതിൽ വിഷമുണ്ടായിരിക്കുന്നു എന്ന് പറയാൻ ഈ ശൈഖിന് കഴിഞ്ഞില്ല. ഇവിടെ വന്ന ഷമീനയുടെ ബന്ധുക്കളോട് നിജ്മ എന്ന സിദ്ധ പറഞ്ഞത് മണ്ണെണ്ണ വാങ്ങിക്കൊണ്ടുവരാനാണ്. അടുത്ത കടകളിൽ മണ്ണെണ്ണ കിട്ടാത്തത് കൊണ്ട് ബന്ധുക്കൾ പറഞ്ഞത്രേ, മണ്ണെണ്ണയില്ല, എങ്കിൽ പോയി പെട്രോൾ വാങ്ങിക്കൊണ്ടുവരൂ. പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്നു. മണ്ണെണ്ണയും കത്തും പെട്രോളും കത്തും എന്ന് മാത്രമാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഈ സിദ്ധക്ക് ഇതിനെപ്പറ്റിയുള്ള ധാരണ. പെട്രോൾ ഒഴിച്ചു ഹോമകുണ്ടത്തിൽ, ബാക്കിയുള്ള പെട്രോള് ബോട്ടിൽ ടോപ്പിടാതെ അവിടെ തുറന്നു വെച്ചു. ഈ പെട്രോൾ ഒഴിച്ച ഹോമകുണ്ടത്തിലേക്ക് തീപ്പെട്ടിക്കൊള്ളി ഉരസി എറിഞ്ഞു. ആ തീയാണ് ബോട്ടിലേക്ക് പകർന്ന് ഈ പെൺകുട്ടി കൊല്ലപ്പെടാൻ ഇടയാക്കിയത് എന്ന് നജ്മയുടെ മൊഴിയിൽ കാണുന്നു. ആരുടെ അരികിലേക്കാ പോകുന്നത്? ആരുടെ അരികിലേക്കാ പോകുന്നത്? ഈ പെട്രോൾ ഒഴിച്ച ഈ കുഴിയിലേക്ക് ഞാൻ തീപ്പെട്ടിക്കൊള്ളി ഉരച്ചെറിഞ്ഞാൽ അത് തീപിടിക്കുമെന്ന് തൊട്ടടുത്ത നിമിഷം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അറിയാത്ത സിദ്ധയുടെ അരികിലേക്ക് ലോകത്തെ മുഴുവൻ കാര്യങ്ങളും പരിഹരിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചു കൊണ്ടുപോകുന്ന സമുദായം. നിജ്മയുടെ ആദ്യത്തെ ചികിത്സയല്ല ഇത്. നിജ്മ ആദ്യം വന്നത് കുറ്റ്യാടിയിലാണ്. 3ാം ക്ലാസ്സുകാരിയായ തന്റെ മകൾക്ക് ചില അദൃശ്യ ശക്തികളുമായി സംസാരിക്കാനുള്ള കഴിവ് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ അദൃശ്യ ശക്തികൾ വന്ന് ഇവളുമായി സംസാരിച്ച് ചികിത്സ നിർണയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറ്റ്യാടിയിൽ രംഗത്ത് വന്നത്. പക്ഷേ പ്രബുദ്ധരായ കുറ്റ്യാടിയിലെ ആളുകൾ അവിടെ നിൽക്കാൻ അനുവദിച്ചില്ല. അവിടെ നിന്ന് നാട് വിട്ടുപോയി. പിന്നെ പല പ്രദേശങ്ങളിലും കറങ്ങിത്തിരിഞ്ഞാണ് പുറമേരിയിൽ എത്തിച്ചേരുന്നത്. ഇവിടെയാണ് സമൂഹത്തിന്റെ ഉത്തരവാദിത്തം. പലപ്പോഴും ഈ ആളുകളെ കുറിച്ചുള്ള ഒരു പേടിയാണ് ആദ്യം സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അവരെ നമ്മൾ എതിർത്താൽ, അവരെ നമ്മൾ കുറ്റം പറഞ്ഞാൽ നമുക്ക് വല്ലതും സംഭവിച്ചു പോകുമോ എന്ന ഭയം, നമുക്ക് വല്ലതും സംഭവിച്ചു പോകുമോ എന്ന പേടി. എന്നാൽ ഞാൻ പറയട്ടെ,
അങ്ങനെ ഈ സിദ്ധന്മാർക്ക് വല്ലതും ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കെട്ടിപ്പൊക്കപ്പെട്ട ജാറങ്ങളിൽ മരിച്ചു കിടക്കുന്ന ഈ ശൈഖുമാർക്ക് വല്ലതും ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഇവിടെ നടക്കില്ലായിരുന്നു. കാരണം ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട എന്ന് മുതൽ ഇത്തരം സിദ്ധന്മാരെയും ഇത്തരം ജാറങ്ങളെയും ഇത്തരം കബറുകളെയും ഇത്തരം കെട്ടിപ്പൊക്കിയ ജാറങ്ങളെയും എതിർത്തുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതിനെതിരെയാണ് മുജാഹിദ് പ്രസ്ഥാനം ബോധവൽക്കരണം നടത്തിയത്. പറഞ്ഞത് പ്രാഥമികമായ ജ്ഞാനം പോലുമില്ലാതെ അറിവ് പോലുമില്ലാതെ ഈ സമൂഹത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഇത്തരം ആളുകൾ അവരുടെ അരികിലേക്ക് പോകുന്ന അവസ്ഥയെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്. ഒന്നാമതായി ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ ഒരു ബോധമാണ് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകാൻ പാടില്ലെന്ന, മറിച്ച് സർവലോക രക്ഷിതാവായ അള്ളാഹുവിലാണ് എല്ലാം സമർപ്പിക്കേണ്ടത് എന്ന ഒരു ബോധം. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, അതിനപ്പുറത്ത് ഈ ഇത്തരം ചൂഷണങ്ങൾ വ്യാവസായികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ സമ്പത്തിന്റെ വലിയ കേന്ദ്രങ്ങളായി മാറുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കേരളത്തിന്റെ തെരുവുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടു. എന്താ? 40 കോടിയുടെ പള്ളി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി കേരളത്തിൽ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നത്. ആ പള്ളിക്ക് കോഴിക്കോട്ട് തറക്കല്ലിട്ടു. എവിടെയാ പള്ളി? ആർക്കെങ്കിലും അറിയൂ? ഏതെങ്കിലും പത്രപ്രവർത്തകൻ അന്വേഷിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മീഡിയ പ്രവർത്തകർ അന്വേഷിച്ചിട്ടുണ്ടോ? ജനങ്ങളിൽ നിന്ന് 40 കോടി പിരിച്ചെടുത്ത് കോഴിക്കോട്ട് നഗരത്തിൽ വെച്ച് തറക്കല്ലിട്ട പള്ളിയുടെ പ്രവർത്തനം എവിടെയെത്തി? ചോദിച്ചിട്ടില്ല ഒരാളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞ് ബോംബെയിലെ കച്ചവടക്കാരനിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിക്കൊണ്ടുവന്ന മുടി, ആ മുടിയിട്ട വെള്ളം കാരന്തൂർ മർക്കസിൽ വെച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആളുകൾ അത് വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അത് വീടുകളിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നു ജനങ്ങൾ. ഇതൊക്കെ കുടിച്ചാൽ രക്ഷപ്പെടും. ആദ്യം മുടി മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞു, ഇതാ ആ മുടിയിട്ട വെള്ളത്തിൽ ഞാൻ മദീനയിൽ പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അടിച്ചു വാരുന്ന അവിടുത്തെ തൊഴിലാളി എനിക്ക് കുറച്ച് പൊടി തന്നു. അത് നബിയുടെ ഖബറിന്റെ മുകളിൽ പാറി വീണ പൊടിയാണ്. ഇപ്രാവശ്യത്തെ വെള്ളത്തിൽ ആ പൊടി കൂടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുടിയും പൊടിയുമുള്ള വെള്ളമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വർഷം വിതരണം ചെയ്തത്. അത് കഴിഞ്ഞ് പിറ്റത്തെ വർഷം വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കുടിച്ച പാത്രം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായത്തിന്റെ കഷണം എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മുഹീദ്ദീൻ ശൈഖിന്റെ മുടിയും മുഹീദ്ദീൻ ശൈഖിന്റെ വടിയും ഒക്കെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ രംഗത്ത് വരികയും ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഇത്തരം പൗരോഹിത്യത്തിനെതിരെ എന്ത് നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വീടുകളിൽ സൂക്ഷിച്ചാൽ, ഇതൊക്കെ നിങ്ങൾ സംരക്ഷിച്ചാൽ, ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ വലിയ ഭാഗ്യമുണ്ടാകുമെന്ന പ്രചാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മുടിയിട്ട വെള്ളം വീട്ടിൽ സൂക്ഷിച്ചാൽ വീട് തീപിടിക്കില്ല, വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. ഇതാ വലംപിരി ശംഖ്. ഈ വലംപിരി ശംഖ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ നിങ്ങൾ കോടീശ്വരനായി മാറും. ആളുകൾ പണം ചെലവഴിച്ച് പോയി വാങ്ങുന്നു വലംപിരി ശംഖ്. എന്തേ ആലോചിക്കാത്തത്? ഒരു വലംപിരി ശംഖ് എന്റെ വീട്ടിൽ സൂക്ഷിച്ചാൽ ഞാൻ കോടീശ്വരനാകുമെങ്കിൽ ഇത് എനിക്ക് തരുന്ന ഈ സാധുവിന്റെ വീട്ടിൽ 100 കണക്കിന് വലിയ വലംപിരി ശംഖ് ഉണ്ടല്ലോ, അയാൾ ആരാകേണ്ടതാ? അയാൾ ഈ ഒരു വലംപിരി ശംഖ് വിറ്റ് ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് ദുനിയാവ് ആഗ്രഹിച്ച്, പണം ആഗ്രഹിച്ച്, പ്രശസ്തി ആഗ്രഹിച്ച്, എളുപ്പ വഴിയിൽ പണമുണ്ടാക്കണമെന്ന് വിചാരിച്ച് കടന്നു വരുന്ന ഈ പാവത്തെ പറ്റിച്ച് കിട്ടുന്ന ആയിരങ്ങൾ കൊണ്ട് അയാൾ അരി വാങ്ങുന്നത്. അയാളുടെ വീട്ടിൽ 100 കണക്കിന് വലംപിരി ശംഖ് സൂക്ഷിച്ചിട്ട് ഒരു ഗുണം അയാൾക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ചാനലുകളിൽ വന്ന് സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പറയുന്നയാള്
പലരും ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, എന്റെ മകനെ കാണാനില്ല, എന്റെ മകളെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോ അതൊക്കെ ഇതാ ഞങ്ങൾ ഗണിച്ച് കണക്ക് കൂട്ടി ദിക്ർ ചൊല്ലി സലാത്ത് ചൊല്ലി ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ഞങ്ങൾ പറയാം എന്ന് പറയുന്നവർ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു. ഇത്രാം തീയതി മുതൽ ഈ ഫോട്ടോയിൽ കാണുന്ന എന്റെ മകളെ കാണാനില്ല. കണ്ടുകിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. എന്തേ കണക്ക് നോക്കിയിട്ട് കിട്ടാത്തത്? എന്തേ കവടി നിരത്തിയിട്ട് കിട്ടാത്തത്? എന്തേ ജിന്നുമായി സംസാരിച്ചിട്ട് കിട്ടാത്തത്? എന്തേ ഇത്തരം ദിക്റുകളിലൂടെ കിട്ടാത്തത്? കഴിയില്ല, അവർക്ക് തന്നെ അറിയാൻ കഴിയില്ല. പിന്നെയോ മനുഷ്യന്റെ വേദനകൾ തിന്ന് ജീവിക്കുന്നവർ, മനുഷ്യന്റെ പ്രയാസങ്ങൾ തിന്ന് ജീവിക്കുന്നവർ, അവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ഒരു പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, മൻ യഅ്ബുദുല്ലാഹ, അല്ലാഹുവിനെ ആരാധിക്കുന്നവർ. ഞാനിത് അടിവരയിട്ട് പറയാൻ കാരണം, പുറമേരി പോലെയുള്ള ഒരു പ്രദേശത്ത് ഇത്തരം സംഭവം നടക്കുമ്പോ ഇത് ഇസ്ലാമാണ് എന്ന് എന്റെ ഏതെങ്കിലും പ്രിയപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിൽ പെടാത്ത സുഹൃത്തുക്കൾ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ, ഇത് ഇസ്ലാമാണ് എന്ന് മുസ്ലിങ്ങളിൽപ്പെട്ട ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതിന് ഇസ്ലാമുമായി ബന്ധമില്ല. പേര് നജ്മ എന്നായാലും പോലീസിന്റെ പിടിയിലകപ്പെട്ട് പുറത്തേക്ക് വരുമ്പോ മുഖം മറച്ച് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് രണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ചിത്രമാണ് മാധ്യമങ്ങൾ പിറ്റേന്ന് പ്രസിദ്ധീകരിച്ചത്. അത്തരം ആംഗ്യങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാകാം, പക്ഷേ ഈ കർമ്മം, ഈ വിശ്വാസം, ഈ പ്രവർത്തനം ഇല്ല. ഇസ്ലാമുമായി അതിന് ബന്ധമില്ല, വിശുദ്ധ ഖുർആനുമായി അതിന് ബന്ധമില്ല, ഈ ലോകത്തെ സൃഷ്ടിച്ച നിയന്ത്രിക്കുന്ന റബ്ബുമായി അതിന് ബന്ധമില്ല, ഈ ഇസ്ലാം പഠിപ്പിച്ച പ്രവാചകനുമായി അതിന് ബന്ധമില്ല. ഇത് ചില ചൂഷകന്മാർ ഓരോരുത്തരും അവരവരുടെ വകയായി ചൂഷണങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോ കാന്തപുരത്തിന്റെ മകൻ മർക്കസിന്റെ സമ്മേളനത്തിൽ പുതിയ ഒരു വസ്തു രംഗത്തിറക്കി. എന്താ? ഗിഫ്റ്റ് ഓഫ് പാരഡൈസ്, സ്വർഗത്തിലേക്കുള്ള പെട്ടി. ഈ പെട്ടി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് അതിലേക്ക് നിങ്ങൾ പണമിടുക, നിറയുമ്പോ ഇവിടെ കൊണ്ടുവന്ന് തരിക. ഇത് നിങ്ങളെ നേരെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന പെട്ടിയാണ് എന്ന്. ഈ പുറമേരിയിലെ എത്ര ഹോട്ടലുകളുടെ മേശപ്പുറത്ത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററുകളുടെ പെട്ടികളുണ്ട്. നമ്മളൊക്കെ അതിൽ പണമിടുന്നുണ്ട്, മുസ്ലിങ്ങൾ അതിൽ പണമിടുന്നത് ഇത് പടച്ചുറപ്പ് സ്വീകരിക്കണം, സ്വർഗത്തിലേക്ക് എത്തണമെന്ന ചിന്തയോടുകൂടിയാണ്. അതിനൊക്കെ അപ്പുറത്ത് മർക്കസിൽ നിന്നൊരു പെട്ടി തന്നാൽ ആ പെട്ടി നേരെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന പെട്ടിയാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ, ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇതിനെതിരെയാണ് നമ്മൾ രംഗത്ത് വരേണ്ടത്. ഇത്തരം ആളുകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താത്ത കാലത്തോളം ഒരുപക്ഷെ അവർ വലിയ വോട്ട് ബാങ്കുകളായിരിക്കാം, നമ്മുടെ നാട്ടിൽ വോട്ടുകൾ നിയന്ത്രിക്കുന്ന ആളുകളായിരിക്കാം, നമ്മുടെ നാട്ടിലെ സമ്പത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നവരായിരിക്കാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സമുദായത്തോട്, എന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട്, എന്റെ വാക്ക് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ പുറമേരിയിൽ നിങ്ങളുടെ നാട്ടിൽ വെച്ച് മരിച്ചു വീണ ആ പാവപ്പെട്ട പെൺകുട്ടിയോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നീതി അതെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയണം. ഇത്തരം ആളുകളെ ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇനിയൊരു ശവം ഈ പുറമേരിയിൽ വീഴാൻ പാടില്ലെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത്തരം ചൂഷണ കേന്ദ്രങ്ങൾക്കെതിരെ ജനാധിപത്യ മാർഗത്തിൽ പ്രതിഷേധങ്ങൾ വരേണ്ടത്, അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് നമ്മളുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങളുടെ ഈ ഒരു വേദനയെ, ഈ ഒരു പ്രയാസത്തെ, അതേപോലെ ഈ പറഞ്ഞ ആഗ്രഹങ്ങളെയാണ് ഇത്തരം ആളുകൾ ചൂഷണം ചെയ്യുന്നത്. ജനങ്ങൾ വിചാരിക്കുന്നു ഇവർക്കൊക്കെ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഇസ്ലാം ഒന്നാമതായി തകർത്തെറിഞ്ഞത് ഈ ഒരു വിശ്വാസത്തെയാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കൂ. നമ്മൾ എപ്പോഴാണ് നമ്മൾ ഈ സിദ്ധന്മാരുടെ അരികിലേക്ക് പോകുന്നത്, ഈ ബീവിമാരുടെ അരികിലേക്ക് പോകുന്നത്? എന്തിനായി ജാറത്തിലേക്ക് പോകുന്നത്? നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് ഓഫീസിൽ വീടുണ്ടാക്കണം എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുക്കുന്നത് പോലെ മാത്രമാണെങ്കിൽ അവിടെ പോവോ?
ഇല്ല. നേരെ മറിച്ച് എന്റെ പ്രയാസങ്ങളൊക്കെ നമ്മൾ ഈ അപേക്ഷ എത്ര കൊടുത്താലും നമ്മളെ വിഷയങ്ങൾ നമ്മളെ സെക്രട്ടറിയോട് പറയണം. അങ്ങനെ പറഞ്ഞ് നമ്മളുടെ ബുദ്ധിമുട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി പ്രസിഡന്റിനോട് പറഞ്ഞ് വാർഡ് മെമ്പറോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലേ ഇത് ഉൾക്കൊള്ളൂ എന്ന് മനസ്സിലാക്കി അവരോടൊക്കെ നമ്മൾ വേദനകൾ പറയും. ഇവിടെ പോയാലോ ഇവിടെ അത്രയൊന്നും പറയേണ്ടയില്ല. പിന്നെ നമ്മൾ ചെല്ലുമ്പോ തന്നെ അവർക്കറിയാം എന്തിനാ നമ്മൾ ചെല്ലുന്നത്, അല്ലേ? ബീവിന്റെ അരികിലേക്ക് നമ്മൾ ചെല്ലുമ്പോ ബീവി പറയും എന്തിനാ നമ്മൾ ചെല്ലുന്നത്. തങ്ങളുടെ അരികിലേക്ക് ചെല്ലുമ്പോ തങ്ങൾ ചോദിക്കും, ഓ പുറമേരിന്നാണല്ലേ, മകൻ ഗൾഫിലാണല്ലേ, ജോലിയില്ല അല്ലേ എന്നൊക്കെ തങ്ങൾ ഇങ്ങോട്ട് പറയും. അതേപോലെ ഈ ജാറത്തിലേക്ക് ചെന്നാൽ അവിടെ ഇരിക്കുന്ന ശൈഖിന് എല്ലാം അറിയാൻ കഴിയും. ഈ വിശ്വാസമാണ് മുസ്ലിം സമുദായത്തെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് നയിക്കുന്നത് എങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ലോകത്തിന് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്. മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു മാത്രമാണ് മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ. ഒരു തങ്ങൾക്കും അതിന് കഴിയില്ല, ഒരു ബീവിക്കും അതിന് കഴിയില്ല, ഒരു ശൈഖിനും അതിന് കഴിയില്ല, ഒരു സിദ്ധക്കും അതിന് കഴിയില്ല, ഒരു ചികിത്സക്കും അതിന് കഴിയില്ല. പിന്നെയോ അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. നോക്കൂ, നമ്മൾ കടിയാമ്പള്ളിയിലെ ശൈഖിനെക്കാളും ചെറുവണ്ണൂര് ഔലിയേക്കാളും മടവൂർ ശൈഖിനെക്കാളും മമ്പറം തങ്ങളെക്കാളും ഭീമാപ്പള്ളി ബീവിയെക്കാളും ഏർവാടി നാഗൂർ അജ്മീർ മുത്തുപ്പേട്ട തുടങ്ങി ഇത്തരം ആത്മീയ ചൂഷണങ്ങളുടെ കേന്ദ്രങ്ങളിൽ മരിച്ചു കിടക്കുന്ന മുഴുവൻ മനുഷ്യരെക്കാളും എത്രയോ ഉന്നതനല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്ന കാര്യം എന്തെന്നറിയുമോ? ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ ഇല്ലാ മാ ശാ അല്ലാഹ്. എനിക്ക് പോലും എന്തെങ്കിലും ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. ആരാ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ അങ്ങനെ പറയാൻ പറഞ്ഞത്? സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. എനിക്ക് പോലും ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ. എനിക്കങ്ങ് മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ എനിക്ക് നന്മ വർദ്ധിപ്പിക്കാൻ കഴിയായിരുന്നില്ലേ? മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ എനിക്ക് നന്മ വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നില്ലേ? വമാ മസ്സനിയസു, എനിക്ക് പ്രയാസം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളുണ്ട്. വ്യക്തിപരമായി അനുഭവിച്ച പ്രയാസങ്ങളുണ്ട്. ഒരു പ്രവാചകൻ എന്ന നിലയിൽ അനുഭവിച്ച പ്രയാസങ്ങളുണ്ട്. അതൊന്നും എനിക്ക് ഉണ്ടാകുമായിരുന്നില്ലല്ലോ. എനിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ. മറിച്ച് ഇന്നന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ, ഞാൻ വിശ്വാസികളായ ആളുകൾക്ക് താക്കീതുകാരൻ മാത്രമാണ് എന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പ്രഖ്യാപിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി നിയോഗിച്ച അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയില്ലെങ്കിൽ ഏത് സിദ്ധക്കാണ് പ്രിയപ്പെട്ടവരെ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുക? ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഈ സ്ത്രീ ഇത് ചെയ്തത്? ആണോ? ഈ സിദ്ധ നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനാണല്ലോ ചെയ്യുന്നത്. അതാ അല്ലാഹ് പറഞ്ഞത്, ചെല്ലുന്നവനും ദുർബലനാണ്, ഈ തേടുന്നവനും ദുർബലനാണ്, തേടപ്പെടുന്നവനും ദുർബലൻ. ആ ദുർബലരായ മനുഷ്യർ എങ്ങനെയാ ഇതിൽ അകപ്പെടുന്നത്? അതാ അല്ലാഹു പറഞ്ഞത്, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ. മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകൾ ഒരു വക്കിൽ നിന്നുകൊണ്ട് അവർ അല്ലാഹുവിനെ ആരാധിക്കുകയാണ്. ഒരു വക്കിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്നവർ ആഴങ്ങളിലേക്ക് അവർ ഇറങ്ങിപ്പോയിട്ടില്ല. അല്ലാഹുവിനെ ആരാധിക്കാത്തവരെന്നല്ല, അല്ലാഹുവിനെ അറിയാത്തവരെന്നല്ല, അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരെന്നല്ല,
അടിവരയിട്ട് മനസ്സിലാക്കണം. എന്റെ വാക്ക് കേൾക്കുന്ന ഈ നജ്മ ചെയ്തത് ശരിയാണെന്നും അതൊരബദ്ധം മാത്രമാണെന്നും ഈ മരണം ഒരബദ്ധം മാത്രമാണെന്നും കളിയാമ്പള്ളിയിലെ ശൈഖ് പോരിശയാക്കപ്പെട്ട ശൈഖാണെന്നും അവിടെ പോയി തേടുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണെന്നും ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നും ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരോടാണ് അല്ലാഹു പറയുന്നത്, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ. മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, ഒരു വക്കിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്നവർ, ഒരു വക്കിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്നവർ. ഫൈൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി, ജീവിതത്തിൽ ശാന്തമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞു പോകുമ്പോ, കച്ചവടത്തിൽ കുഴപ്പമില്ല, ജോലിക്ക് കുഴപ്പമില്ല, ഭാര്യയ്ക്ക് രോഗമില്ല, മക്കൾക്ക് രോഗമില്ല, തനിക്ക് രോഗമില്ല, അങ്ങനെയാകുമ്പോ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞു പോകും ഇവർ. എന്നാൽ വൈൻ അസാബത്തുഹു ഫിത്ന, വൈൻ അസാബത്തുഹു ഫിത്ന, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരുന്നവൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുകയാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഖസിറദ് ദുനിയ വൽ ആഖിറ, അങ്ങനെ തിരിഞ്ഞു നടക്കുന്ന ആളുകളുടെ ദുനിയാവും നഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ അവരുടെ പരലോകവും നഷ്ടപ്പെട്ടു. ദുനിയാവും നഷ്ടപ്പെട്ടു, അതോടൊപ്പം തന്നെ അവരുടെ പരലോകവും നഷ്ടപ്പെട്ടു. ഖസറദ് ദുനിയ വൽ ആഖിറ, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാകുന്നു ഏറ്റവും വലിയ നഷ്ടം. അങ്ങനെ ദുനിയാവ് നഷ്ടപ്പെടുക എന്നത്, പരലോകം നഷ്ടപ്പെടുക എന്നത്, അതാകുന്നു ഏറ്റവും വലിയ നഷ്ടം. എന്താ ഈ തിരിഞ്ഞു നടക്കൽ? അല്ലാഹു പറയുന്നു, യദഉ മിൻ ദൂനിഹി, യദഉ മിൻ ദൂനില്ലാഹി മാ ലാ യളുറുഹു വമാ ലാ യൻഫഉഹു. അതുവരെ അല്ലാഹുവോട് പ്രാർത്ഥിച്ചവൻ, അതുവരെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ എന്ന് പറഞ്ഞവൻ, അതുവരെ നിസ്കാരത്തിന് ശേഷം അല്ലാഹുവോട് തേടിയവൻ, അവന്റെ കച്ചവടത്തിന് കുഴപ്പമില്ലായിരുന്നു, അവന്റെ ജോലിക്ക് കുഴപ്പമില്ലായിരുന്നു, അവന്റെ വിസയിൽ പ്രശ്നമില്ലായിരുന്നു, ആ സമയത്തൊക്കെ അവൻ തേടിയത് അല്ലാഹുവിനോട്. എന്നാൽ പരീക്ഷണം വന്നു, ഭാര്യയ്ക്ക് രോഗായി, മക്കൾക്ക് രോഗായി, വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ഇങ്ങനെ ഉണ്ടാകുമ്പോ വരും ചില ആളുകൾ, സിദ്ധന്മാരായി, തങ്ങന്മാരായി, മുസ്ലിയാക്കന്മാരായി, ഏജന്റുമാരായി കടന്നു വരും. എന്നിട്ട് പറയും, ഇതുകൊണ്ടൊന്നും തീരൂല, നിങ്ങൾ ഇന്ന ഡോക്ടറെ അടുത്ത് പോയിട്ടൊന്നും കാര്യമില്ല, ഇന്ന തങ്ങളുടെ അടുത്ത് പോകണം, ഇന്ന മൊയ്ലിയാരുടെ അടുത്ത് പോകണം, ഇന്ന ചികിത്സകയുടെ അടുത്ത് പോകണം. എങ്ങനെയാണ് പുറമേരി അങ്ങാടിയിലുള്ള നാട്ടുകാരായ നമ്മൾ അറിയാത്ത നെജ്മയുടെ അരികിലേക്ക് കോഴിക്കോട്ട് വെള്ളയിൽ കടപ്പുറത്ത് നിന്ന് ഷമീന കടന്നു വന്നത്? ഷമീനക്ക് അദൃശ്യം അറിയാനുള്ള കഴിവില്ലല്ലോ, ഷമീനക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവില്ലല്ലോ. ഈ പുറമേരിയില് നമ്മൾ അറിയാത്ത ഒരു കാര്യം കോഴിക്കോട്ടെ ഷമീന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏജൻസി എന്ന് പറയുന്നത്. ഏജന്റുമാരാണ് പ്രവർത്തിക്കുന്നത്. പ്രയാസപ്പെടുന്ന ആളുകളുടെ അരികിലേക്ക് എത്തും. എന്നിട്ട് നിങ്ങൾ ഇന്ന് തങ്ങളുടെ അരികിൽ പോകണം, ഇന്ന് മുസ്ലിയാരുടെ അരികിൽ പോകണം, ഇന്ന് ബീവിയുടെ അരികിൽ പോകണം, എന്നാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും എന്ന് പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, യദഉ മിൻ ദൂനില്ലാഹി മാ ലാ യളുറുഹു വമാ ലാ യൻഫഉഹു. ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത ശക്തികളോടാണ് ഇവർ വിളിച്ചു തേടുന്നത്. ദാലിക ഹുവൽ ലലാലുൽ ബഈദ്, അതാകുന്നു ഏറ്റവും വിദൂരമായ വഴികേട്. തീർന്നില്ല, വീണ്ടും അല്ലാഹു കൂട്ടിച്ചേർക്കുകയാണ്, യദഉ ലമൻ ലർറുഹു അഖറബു മിൻ നഫ്ഇഹി. അവൻ ആരെയാ സമീപിക്കുന്നത്? അവൻ ആരോടാ വിളിച്ചു തേടുന്നത്? അവൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അവൻ ആരുടെ അരികിലേക്കാ ഇത്തരം പ്രതീക്ഷകളുമായി കടന്നു ചെല്ലുന്നത്? ലമൻ ലർറുഹു അഖറബു മിൻ നഫ്ഇഹി. ഉപകാരത്തെക്കാൾ ഉപദ്രവം ചെയ്യുന്നവനോട്, ഉപകാരത്തെക്കാൾ ഉപദ്രവം ചെയ്യുന്നവനോട്. ലബിസൽ മൗല വലബിസൽ അശീർ. സർവലോക രക്ഷിതാവിന്റെ കലാം. എന്താ അല്ലാഹു പറയുന്നത്? ലബിസൽ മൗല വലബിസൽ അശീർ.
ഏറ്റവും മോശം രക്ഷാധികാരിയാണവൻ, ഏറ്റവും മോശം ചങ്ങാതിയാണവൻ. പോവുക, കോഴിക്കോട് കടപ്പുറത്ത് പോവുക. വെള്ളയിൽ ഈ ഷമീന എന്ന ഈ പെൺകുട്ടി കത്തിയെറിഞ്ഞ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ അരികിലേക്ക് പോവുക. ചോദിച്ചു നോക്ക്, പുറമേരിയിലെ നെജ്മ എന്ന ചികിത്സകയെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായമെന്ന്. യാതൊരു സംശയവുമില്ലാതെ അവർ പറയും, ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ വെട്ടിക്കൊല്ലും അവളെ ഞങ്ങൾ. വരുന്നതിന് മുമ്പ് ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു അവർക്ക് നെജ്മയെ. ആ പെൺകുട്ടി തീപിടിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷം വരെ അവരുടെ രക്ഷാധികാരിയായി അവരുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള സ്നേഹിച്ചിരുന്ന, അവർ ഏറ്റവും ആദരിച്ചിരുന്ന, അവർ ബഹുമാനിച്ചിരുന്ന സ്ത്രീയായിരുന്നു നജ്മ. ഇന്നോ ഏറ്റവും വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് ആ പെണ്ണിനെ ഈ ആളുകൾ ആക്ഷേപിക്കും. വിശുദ്ധ ഖുർആൻ പറയും, അള്ളാഹുവിനെ ആരാധിക്കുന്നവർ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവർ തിരിഞ്ഞു നടന്ന അവസാനം എത്തിച്ചേരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രധാനമായി നിർവഹിക്കാനുള്ളത് നിയമങ്ങൾ ഉണ്ടാകണം. ആവശ്യമായ മുൻകരുതലായി നമ്മളുടെ മനസ്സിൽ സർവലോക രക്ഷിതാവിൽ സർവം സമർപ്പിക്കുവാനുള്ള ബോധമുണ്ടാകണം. ഖുർആൻ പറയുന്നുണ്ട്, വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുനല്ലാഹ്. നമ്മളൊക്കെ ന്യായം പറയുന്നത് എന്താ? ആകാശം ഉണ്ടാക്കിയത് അള്ളയാണ്, ഭൂമി ഉണ്ടാക്കിയത് അള്ളയാണ്, സൂര്യൻ ഉണ്ടാക്കിയത് അള്ളയാണ്, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളയാണ് എന്നൊക്കെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ കല്ലെറിഞ്ഞ, വലിച്ചിടച്ച, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ സുമയ്യയെ അതിനിട്ടു. വലയിൻ സഅൽതഹും, നബിയെ അവരോട് നിങ്ങൾ ആരാ ഭൂമി ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ലാത്തയാണെന്ന് അവർ പറയില്ല, ഉസ്സയാണെന്ന് പറയില്ല, ഈസയാണെന്നവർ പറയില്ല, മൂസയാണെന്നവർ പറയില്ല, നൂഹാണെന്നവർ പറയില്ല. ചോദിക്കുന്ന നബിയെ, ഇനി ചോദിക്കാനോ? ഈ ചോദ്യം അള്ളാഹു ചോദിക്കുന്നു. അന്ന് ചോദിച്ചത് സത്യനിഷേധികളോടാണെങ്കിൽ ഇന്ന് മുസ്ലിം സമുദായം ഇത് സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. കഴിയോ? പറ്റോ? ഏതെങ്കിലും തങ്ങൾക്ക് കഴിയോ അള്ളാന്റെ തീരുമാനത്തെ തടയാൻ? ഏതെങ്കിലും ബീവിക്ക് കഴിയോ അള്ളാന്റെ തീരുമാനത്തെ തടയാൻ? ഇല്ലെങ്കിൽ ഇല്ല എന്ന മറുപടിയാണ് ഒരു മുസ്ലിം പറയേണ്ടത്. ഇല്ല എന്ന മറുപടിയെ ഒരാൾക്ക് പറയാൻ കഴിയൂ. ആ മനുഷ്യനോട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നു, ഖുൽ, നബിയെ പ്രഖ്യാപിക്കണം. എന്ത് പ്രഖ്യാപിക്കണം? ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അള്ളാഹു മതി, അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. പ്രതീക്ഷയുള്ളവർക്ക് ഒരു ചികിത്സ, ആത്മീയ ചികിത്സാ കേന്ദ്രം വേണ്ട. ഇതാണ് മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറഞ്ഞത്. ഇന്നലെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തു. എന്താ പത്രത്തിലെ വലിയൊരു വാർത്ത? ഇപ്പൊ എല്ലാവരും പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്തേ ഈ പത്രക്കാരിവിടെ ഇല്ലേ? അവരെന്താ റിപ്പോർട്ട് കൊടുക്കാതിരുന്നത്? ഇപ്പൊ എല്ലാവരും രംഗത്തെത്തി എന്ന് ഡിവൈഎഫ്ഐ രംഗത്ത് വന്നു, സിപിഎം രംഗത്ത് വന്നു, മുജാഹിദുകൾ രംഗത്ത് വന്നു, സാംസ്കാരിക സംഘടനകൾ രംഗത്ത് വന്നു എന്നത് ഒരു കുറ്റമായി എഴുതിയ പത്രം. ആ പത്രത്തിന്റെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെയൊക്കെ. അവരാരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ ഇതിനെക്കുറിച്ച്? ഇത് അറിയുമ്പോഴല്ലേ ആളുകൾ പ്രതികരിക്കുന്നത്, ഇത് അറിയുമ്പോഴല്ലേ ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഇതിന്റെ രൂപീകരണത്തിന്റെ ഒന്നാം നാൾ മുതൽ ഇത് ഈ സമുദായത്തോട് പറഞ്ഞപ്പോ ഈ പത്രക്കാരുടെ, ഈ പത്രത്തിന് നേതൃത്വം നൽകുന്ന സംഘടന മുജാഹിദുകളെ ആക്ഷേപിച്ചത് ശ്മശാന വിപ്ലവത്തിന്റെ ആളുകൾ എന്നാണ്. ശ്മശാന വിപ്ലവത്തിന്റെ ആളുകൾ. കാരണം എന്താ? ഖബറ് കെട്ടിപ്പൊക്കുന്നതിനെയാണ് എതിർക്കുന്നത്, ജാറങ്ങളിലേക്ക് പോകുന്നതിനെയാണ് എതിർക്കുന്നത്, ഇത്തരം ചൂഷണങ്ങളെയാണ് എതിർക്കുന്നത് എന്നതുകൊണ്ട് മുജാഹിദുകളെ പരിഹസിച്ചവരായിരുന്നു അവർ. മുജാഹിദുകൾ അന്നും ഇന്നും ഏറ്റവും സജീവമായി ഇത് തന്നെ ഈ സമൂഹത്തോട് പറയുന്നു. കാരണം ഒന്ന്, ഇന്ന് ഇത്തരം ചൂഷകന്മാരൊക്കെ പുതിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. സമ്പത്തിന്റെ അതിപ്രസരമുണ്ട്. അതേപോലെ തന്നെ എന്ത് പറഞ്ഞാലും അംഗീകരിക്കുന്ന, ബോംബെ എന്നൊരു മുടി കൊണ്ടുവന്നിട്ട് ഇത് അള്ളാന്റെ റസൂലിന്റെ മുടിയാണ് എന്ന് പറഞ്ഞാൽ അതേ എന്ന് തക്ബീർ ചൊല്ലി സ്വീകരിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുത്ത ചൂഷകന്മാരുണ്ട്. ഒപ്പം നവോത്ഥാന പ്രവർത്തനത്തിന്, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന ആളുകൾ പോലും ജീർണതയിലേക്ക് നീങ്ങിപ്പോകുന്ന ഒരു കാലം
ഇവിടെ പുറമേരിയിൽ സംഭവം ഉണ്ടായപ്പോ പ്രതിഷേധവുമായി ആദ്യം രംഗത്ത് വന്ന സംഘങ്ങളിൽ ഒന്നായിരുന്നു വിസ്ഡം എന്ന് പറയുന്ന സംഘടന. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു അവർ. പുറമേരിയിലുള്ള ഇസ്ലാമിക സംഘടനകളിലെ വലിയ പ്രശ്നങ്ങളൊന്നും അറിയാത്ത രാഷ്ട്രീയക്കാർ, സാമൂഹ്യ പ്രവർത്തകർ അവർ മനസ്സിലാക്കണം. നിങ്ങൾ ചോദിക്കണം അത്തരം ആളുകളോട്, നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നില്ലേ? എന്തിനാണ് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വിസ്ഡം എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗമായി വേർതിരിഞ്ഞു നിന്നത്? എന്തിനാ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് രണ്ട് മറുപടിയാണ്. ഒന്ന്, മുജാഹിദുകൾ പറഞ്ഞു, രാത്രിയിൽ ഒരാൾ ഇരുട്ടിൽ അകപ്പെട്ടാൽ അവിടെ വെച്ച് ഈ പറയുന്ന ജിന്ന് വെളിച്ചം തരുമെന്ന വിശ്വാസത്തോടെ ജിന്നെ വെളിച്ചം തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല, എന്ന് വിളിച്ചു തേടാൻ പാടില്ല. അങ്ങനെ വിളിച്ചു തേടിയാൽ അത് പ്രാർത്ഥനയാണ്, അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, പാടില്ലാത്ത കാര്യമാണ്, ശിർക്കാൻ. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ അത് മരിച്ചുപോയവരെ വിളിക്കുന്നതിന് തുല്യമാണ്, അത് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു തേടുന്നതിന് തുല്യമാണ് എന്ന് മുജാഹിദുകൾ പറഞ്ഞപ്പോ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകൾ ഇറങ്ങിപ്പോയത്. രണ്ടാമത്തെ കാരണം, ഇവര് പറഞ്ഞു നമ്മളുടെ കൂട്ടത്തിൽ മാനസിക രോഗികളുണ്ട്. മുജാഹിദുകളുടെ കൂട്ടത്തിലും അല്ലാഹുവിന്റെ പരീക്ഷണം ആർക്കും കടന്നു വരാം. മുജാഹിദുകളുടെ കൂട്ടത്തിൽ മാനസിക രോഗികളുണ്ട്. സുന്നികൾക്ക് പോകാൻ മുസ്ലിയാക്കന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്, ബീവിമാരുണ്ട്, ഇതേപോലെയുള്ള നജ്മമാരുണ്ട്, ജാറങ്ങളുണ്ട്. എന്നാൽ നമ്മക്ക് പോകാൻ ആരുമില്ല. നമ്മക്ക് പോകാൻ കുറെ ആളുകൾ വേണം. നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട കുറെ മൗലവിമാർ ഇത്തരം ചികിത്സകൾ നടത്തണം, ഖുർആനോദി ചികിത്സിക്കണം, ആവശ്യമായ സന്ദർഭത്തിൽ അടിച്ച് ചികിത്സിക്കണം, തുപ്പേണ്ട സമയത്ത് തുപ്പണം, ചവിട്ടേണ്ട സമയത്ത് ചവിട്ടണം, വേദനിപ്പിക്കേണ്ട സമയത്ത് വേദനിപ്പിക്കണം. അങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായം കേരള നദ്വത്തുൽ മുജാഹിദീന്റെ കീഴിൽ എല്ലാ കേന്ദ്രങ്ങളിലും ആരംഭിക്കണം, നമ്മളുടെ പള്ളികൾ അതിന്റെ കേന്ദ്രങ്ങളാക്കണം എന്നാവശ്യപ്പെട്ടപ്പോ മുജാഹിദ് പണ്ഡിതന്മാരുടെ നേതൃത്വം, മുജാഹിദുകളുടെ നേതൃത്വം പറഞ്ഞു, ഇല്ല, ആ പണി ഇവിടെ നടക്കൂല, നിങ്ങൾക്ക് വേറെ പോകാം. ഈ രണ്ട് കാരണത്തിന്റെ പേരിലാണ് വിസ്ഡം എന്ന പേരിൽ ഒരു സംഘടനയുണ്ടാക്കി ഈ ആളുകൾ വേറിട്ട് പോയത്. എന്നിട്ടോ ഇപ്പോ മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇത്തരം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്കുക, എന്താണ് മുജാഹിദുകളുമായി നിങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം? ഈ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭിന്നത. ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ നാട്ടിൽ തുടങ്ങണമെന്ന് പറഞ്ഞവർ, അത്തരം ചികിത്സകൾ നടത്തിയവർ, അടിചികിത്സ നടത്തിയവർ, വെള്ളത്തിൽ മന്ത്രിച്ചൂതി ചികിത്സ നടത്തിയവർ, ഉറുക്കുകെട്ടി ചികിത്സ നടത്തിയവർ, അടിച്ച് ചികിത്സ നടത്തിയവർ, അവരാണ് വിസ്ഡം വിഭാഗത്തിന് ഇപ്പോഴും നേതൃത്വം നൽകുന്നത് എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. ഇത്തരം മുഖം മൂടികൾ അണിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം ഒരിക്കലും അത്തരം ആളുകൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ വീട്ടിൽ ചികിത്സ നടക്കൂല. ഇപ്പൊ ഒരാളെ വീട്ടിലേക്ക് ഈ വിസ്ഡം വിഭാഗത്തിൽപ്പെട്ട ആ ഒരു വലിയ താടിയൊക്കെ ഒരു മൗലവിയുടെ വീട്ടിൽ കുറെ ആളുകൾ ഇങ്ങനെ വന്നും പോയി ഇരിക്കുന്നത് കാണുമ്പോ പുറമേരിയിലോ ഒരാളും വിചാരിക്കില്ലേ, അവിടെ ചികിത്സ നടക്കൂല. കാരണം എന്താ, അവര് നെജുമ കൊന്നപ്പോ ആദ്യം പുറത്തു വന്നത് അവരല്ലേ, ഇത് പാടില്ല എന്ന് പറഞ്ഞവരവരല്ലേ എന്ന് ഈ ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ, അത്തരമൊരു തെറ്റിദ്ധാരണ ഈ സമൂഹത്തിൽ പരത്താൻ, അതുവഴി ഈ സമൂഹത്തിൽ ഏറ്റവും അപകടകരമായ ജിന്ന് ചികിത്സ വ്യാപിപ്പിക്കാൻ, അതിനാണ് ഈ ആളുകൾ ശ്രമിക്കുന്നത് എന്നുകൂടി ഈ തരുണത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുകളുണ്ട്. ആ നിലപാട് ഏറ്റവും പ്രധാനമായി വിശ്വാസപരമായ ബോധവൽക്കരണം തന്നെയാണ്. മുസ്ലിങ്ങളോട് മുജാഹിദുകൾക്ക് ഒന്നാമതായി സംസാരിക്കാനുള്ളത് ഇത് തന്നെയാണ്. സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിൽ സമർപ്പിക്കുക, ആ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. ആര് വിചാരിച്ചാലും, ഏത് തങ്ങൾ വിചാരിച്ചാലും, ഏത് വലിയ വിചാരിച്ചാലും, ഏത് മൊയ്ലാര് വിചാരിച്ചാലും, ഏത് ജാറത്തിലെ ഏത് ശൈഖ് വിചാരിച്ചാലും, അള്ള വിചാരിച്ചതല്ലാതെ എനിക്ക് സംഭവിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ഉൾക്കരുത്ത് ഈ സമുദായം നേടണം. ഒന്നാമതായി.
രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം, പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. ആ വേദനയെ തിന്ന് ജീവിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ സമൂഹത്തിന്റെ കൂട്ടായ്മ ഉണ്ടാകണം. സമൂഹം ഒന്നിച്ച് ഇതിനെതിരെ അണിനിരക്കണം. നമുക്കറിയാമല്ലോ, 2008 LDF ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്തരം ചില കേന്ദ്രങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയും അത്തരം ഒരുപാട് സിദ്ധന്മാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ മഹാരാഷ്ട്രയിലേതുപോലെ അന്ധവിശ്വാസ നിർമൂലന നിയമം പോലെ കേരളത്തിൽ നിയമമുണ്ടാക്കാൻ അതിന്റെ കരടുകൾ തയ്യാറാക്കി. പക്ഷേ അത് പിന്നീട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഈ ഗവൺമെന്റിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട്, സാമൂഹിക സംഘടനകളോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, അത്തരമൊരു നിയമം കേരളത്തിൽ നടപ്പിലാക്കുവാനുള്ള ജനാധിപത്യ മാർഗത്തിലുള്ള മുന്നേറ്റങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം. അത്തരമൊരു നിയമം കേരളത്തിൽ ഉണ്ടാകണം. മൂന്നാമതായി മുജാഹിദുകൾക്ക് പറയാനുള്ളത്, ഇത്തരം കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പ്രാദേശികമായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മൗനികളാകാൻ പാടില്ല, നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല. ആരെയാണ് പേടിക്കുന്നത്? നമ്മളുടെ പേടിയാണ്, നമ്മൾ ഭയപ്പെട്ടതാണ്. ഈ നജ്മക്കെതിരെ ശബ്ദിച്ചാൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടി കരിഞ്ഞ് മരിക്കേണ്ടി വന്നത് എന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയണം. അത്തരം ആളുകൾക്ക് നമ്മെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കൂട്ടായ്മ ഇത്തരം ആളുകൾക്കെതിരെ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതാണ് ഈ സമൂഹത്തിൽ മാറ്റത്തിന്റെ വഴി. അതല്ല, നമ്മൾ മൗനികളായി തീരുകയാണെങ്കിൽ, നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ, ഞാൻ ഓർമ്മിപ്പിക്കുന്നു, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ UDF ഗവൺമെന്റ് ഇത്തരം ചില സിദ്ധന്മാരെ കരുനാഗപ്പള്ളി സംഭവവുമായി ബന്ധപ്പെട്ട് പിടികൂടിയപ്പോ റിപ്പോർട്ടർ ചാനൽ ചില കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെന്ന് ഒരു ക്യാമറയിലൂടെ ഇത്തരം തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി ക്യാമറയുടെ മുമ്പിൽ വന്നുകൊണ്ട് തനിക്ക് ഒരു സിദ്ധനിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസം വിശദീകരിക്കുന്നുണ്ട്. തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്ത കഥ ക്യാമറയുടെ മുമ്പിൽ വന്നു നിന്നൊരു പെൺകുട്ടി പറയുകയാണ്. എന്നിട്ട് ആ പെണ്ണ് പറയുന്നുണ്ട്, ഒരിക്കലും ഒരു പെൺകുട്ടി ഇത് പറയില്ല, ഒരിക്കലും ഒരു സ്ത്രീ ഇത് പറയില്ല. പക്ഷേ ഞാനിത് പറയുന്നത് എനിക്ക് അനുഭവിച്ച വേദന, ഞാൻ അനുഭവിക്കേണ്ടി വന്ന പ്രയാസം ഇനിയൊരു പെണ്ണ് കേരളത്തിൽ അനുഭവിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് എന്നീ പെൺകുട്ടി പറയുന്നുണ്ട്. ഞാൻ ഓർമ്മിക്കുന്നു, ആ പരിപാടി തീരുമ്പോ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ചാനൽ പ്രവർത്തകർ നന്ദി പറയുന്നുണ്ട്. അതിൽ ഒരു നന്ദി ആർക്കാണെന്നറിയുമോ? ഇത്രയൊക്കെ കണ്ടിട്ടും, ഇത്രയൊക്കെ കേട്ടിട്ടും, ഇത്രയൊക്കെ മനസ്സിലായിട്ടും വീണ്ടും ഇത്തരം സിദ്ധന്മാരുടെ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്ന ബുദ്ധിശൂന്യരായ മലയാളികളെ നിങ്ങൾക്ക് നന്ദി എന്നായിരുന്നു അതിലെഴുതിയത്. ആ ബുദ്ധിശൂന്യരായ മലയാളികളായി മാറാൻ പാടില്ല നാം. നമ്മളുടെ വീട്ടിൽ ഇനിയൊരു നെജ്മയുണ്ടാകരുത്, നമ്മളുടെ വീട്ടിൽ ഒരു ഷമീനയുണ്ടാകരുത്, നമ്മളുടെ വീട്ടിൽ ഇതിന്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരാളുണ്ടാകരുത്. മുമ്പ് ഒരു വിപ്ലവ കവി പറഞ്ഞതുപോലെ, അവർ ക്രിസ്ത്യാനികളെ തേടി വന്നു, ക്രിസ്ത്യാനികളെ അവർ കൊന്നു, ഞാൻ മിണ്ടിയില്ല, ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നില്ല. അവർ ജൂതന്മാരെ തേടി വന്നു, അവർ ജൂതന്മാരെ കൊന്നു, ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ ജൂതനായിരുന്നില്ല. അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു, അവർ കമ്മ്യൂണിസ്റ്റുകളെ കൊന്നു, ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. അവസാനം അവർ എന്നെ തേടി വന്നു, എന്നെ കൊല്ലാൻ അവർ ഒരുങ്ങിയപ്പോ എന്നെ കൊല്ലരുതെന്ന് പറയാൻ ഒരാളും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ, നാളെ ഈ സിദ്ധന്മാർ, ഈ തങ്ങന്മാർ, ഈ ചൂഷകന്മാർ, ഈ ഏജന്റുമാർ എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ ഭാര്യയെ, അമ്മയെ, സഹോദരിയെ, പെങ്ങളെ ചുട്ടുകൊല്ലുമ്പോ മിണ്ടരുത് എന്ന് പറയാൻ, ഇത് ചെയ്യരുതെന്ന് പറയാൻ ഒരാളും അവശേഷിക്കാത്ത ഒരു കാലം അതുണ്ടാകാൻ പാടില്ല.
അതുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തരം ജീർണതകൾക്കെതിരെ അതിശക്തമായി പോരാട്ടത്തിനിറങ്ങുക. ഒപ്പം ഇത്തരം ചൂഷകന്മാരുടെ മുഖം മൂടികൾ വലിച്ചു കീറി അവരെ ഈ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുക. അതിനായിരിക്കട്ടെ നമ്മളുടെ പ്രവർത്തനം. ഈ പ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ടിന്റെ പാതകൾ പിന്നിട്ട ഈ പ്രസ്ഥാനം ഇത്തരം ജീർണതകൾക്കെതിരെ ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള കൂട്ടായ്മകളുടെയും പിന്നിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.